പിന്നെ എൻ്റെ ഭർത്താവ് ഇപ്പം അബ്രോഡാണ്. അപ്പം അവരുടെ കൂടെ പോയി അവിടെ സെറ്റിൽ ആവുക, ഈ ഒരു ജോബിൽ അവരുടെ കൂടെ തന്നെ അവിടെ സെറ്റിൽ ആവുക എന്നുള്ളൊരു ഡ്രീമാണ് ഇപ്പം എനിക്കുള്ളത്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ആ നോളജ് വെച്ചിട്ട് എനിക്ക് എവിടെയും ജോലി കിട്ടില്ല എന്നുള്ളൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഇവനെ പ്രഗ്നൻ്റ് ആയ ആ ഒരു ടൈമിലാണ് ഞാൻ ഒരു 1 ഇയറോളം ബ്രേക്ക് എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ കരിയറിനെ പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇവന് വേണ്ടിയിട്ട് എൻ്റെ കരിയർ കളയുക എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ജോബ് നോക്കിയതിൽ ഇപ്പം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, എൻ്റെ പേര് ഫാത്തിമ ഷെഹന. ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നു. ഞാനിപ്പം ഇന്റേൺസ് ഗ്ലോബൽ വഴി HR അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ജേണി എന്ന് പറയുമ്പം ഞാൻ +2 കഴിഞ്ഞ പാടെ തന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ 1 ഇയർ ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ എനിക്കൊരു വലിയൊരു ബ്രേക്ക് വരികയാണ്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ HR അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അവിടെ നിന്ന് ഒരു 3 മാസത്തിന് ശേഷം ഞാൻ ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മെയിനായിട്ട് ഇൻറ്റേൺഷിപ്പ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാതെ നമ്മളൊരു ജോബിലേക്ക് കയറിയിട്ട് നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ എത്ര തിയറി പഠിച്ചാലും അത് അപ്ലൈ ചെയ്യാൻ ഒരു ഫീൽഡ് ഇല്ലാതെ നമുക്ക് ഒരു ജോബിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പിൽ കയറിയതുകൊണ്ട് തന്നെ എനിക്കത് എൻ്റെ കരിയറിൽ വളരെ നല്ലൊരു ഗ്രോത്താണ്. എനിക്കിപ്പം ഒരു ഓഫീസിൽ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാനിപ്പം എൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആഫ്റ്റർ ഒരു 1 മന്തായി ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു ബോംബെ ബേസ്ഡ് കമ്പനിയിലാണ് ഇപ്പം ഞാൻ ആസ് എ ഇൻറ്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കരിയറിനോടൊപ്പം തന്നെ എൻ്റെ മോനെ കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും അവനെ നോക്കാനും പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ പുറത്ത് പോയിട്ടാണ് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോനെ നോക്കാൻ പറ്റില്ലേ, എൻ്റെ കരിയർ ബ്രേക്ക് ആവും, അങ്ങനെയൊക്കെ ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതോടുകൂടെ 2 കാര്യങ്ങളുണ്ട് എനിക്ക്. ഒന്ന്, എൻ്റെ കരിയർ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ മോനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനും എനിക്ക് പറ്റുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നീട് കല്യാണത്തിന് ശേഷം പിന്നെ എന്ത് എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ വന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി എന്നുള്ള ഒരു ഇതിലേക്ക് തന്നെ വരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡിഗ്രി, അപ്പോഴത്തെ ഒരു ഇതിന് ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നതുകൊണ്ട് ഞാൻ BA ഇംഗ്ലീഷ് എടുക്കാമെന്ന് വിചാരിച്ചു. BA ഇംഗ്ലീഷ് എടുത്തു. ആഫ്റ്റർ പിന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്കൊരുപാട് ബ്രേക്ക് വന്നു. ഒരു 1 ഇയറോളം ബ്രേക്ക് വന്നു. അപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ കരിയറിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. അപ്പം എൻ്റെ ടാലൻറ്റിന് സ്യൂട്ടായിട്ടുള്ള ഒരു ജോബ്, അതും നല്ലൊരു സാലറിയിലുള്ള ഒരു പാക്കേജ് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ ഒരുപാട് ജോബ് നോക്കിയതിൽ എനിക്ക് എൻ്റെ ടാലൻറ്റിന് സ്യൂട്ടായിട്ടുള്ള ഒരു ജോബായിട്ട് ഈ HR ഫീൽഡ് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ, ടീം മാനേജ്മെൻറ്റ്, ഈ ഒരു ടാലൻറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു ജോബ് HR തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അതിനുശേഷമാണ് ഞാൻ HRൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. ഞാൻ HR അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുത്തപ്പം അതിനെ പറ്റിയിട്ട് പഠിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ തിരഞ്ഞത്. അങ്ങനെയാണ് ഞാനൊരു 3 മന്തിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നത്. അവിടെ റെക്കോർഡഡ് ക്ലാസ്സുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതുവഴി നമുക്ക് HR എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് ആ ഒരു നോളജ് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏതൊരു കമ്പനിയാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആ നോളജ് വെച്ചിട്ട് എനിക്ക് എവിടെയും ജോലി കിട്ടില്ല എന്നുള്ളൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ 1 മന്തായി ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര തിയറി നോളജ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്കൊരു കമ്പനിയിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഒരു HR എങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുമെന്ന്
എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ വർക്കിംഗ് ഹവർ വരുന്നത് 9 to 5 ആണ്. അപ്പോൾ ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ തിയറി ക്ലാസ് പഠിച്ചത് കൊണ്ട് മാത്രം ഒന്നും ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റം, ഇപ്പം തന്നെ ഒരുപാട് മാറ്റം 1 month ആയി ഞാനിപ്പോൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പിലേക്ക് വന്നിട്ട്. അതുകൊണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. ഏതൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ എനിക്കുണ്ട്. അതാണ് എനിക്ക് ഈ HR ഫീൽഡിൽ കിട്ടിയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ മോനെ. ഇവന് കൂടുതലായിട്ട് എന്നെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവനെ വിട്ടിട്ട് പുറത്തു പോയി ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് എൻ്റെ കരിയർ ബ്രേക്ക് ആക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓൺലൈനായിട്ടുള്ള ഒരു ഓപ്ഷൻ, ഇൻറ്റേൺഷിപ്പ് ആയാലും കോഴ്സ് ആയാലും, ഞാൻ ഇനി ജോബ് നോക്കുകയാണെങ്കിൽ തന്നെ ഇവനെ എൻ്റെ കൂടെ നിർത്തിയോണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകുന്ന ഒരു കരിയറാണ് ഞാൻ ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇന്ത്യൻസ് ഗ്ലോബലുമായിട്ട് ബന്ധപ്പെടുന്നതും ഇൻറ്റേൺഷിപ്പ് നേരിട്ട് തന്നെ അവരെനിക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് HR ഫീൽഡിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നാട്ടിലായാലും എബ്രോഡിലായാലും നല്ലൊരു സ്കോപ്പുള്ളൊരു ഫീൽഡാണല്ലോ HR. അതുകൊണ്ട് തന്നെ നാട്ടിൽ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളായിട്ട് എബ്രോഡിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സെറ്റിൽ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തെ സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിച്ചതിനേലേറെ ഞാൻ 1 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കൊണ്ട് ഒരു ജോലിക്ക് വേണ്ട ഒരു പ്രൊഫഷണൽ HRന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതെൻ്റെ കരിയറിൽ ഒരു നല്ലൊരു മുതൽക്കൂട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.